ഹായ് എവരിവൺ, നമ്മളിന്ന് സെക്കൻഡ് സെം MSc മാത്തമാറ്റിക്സിൻ്റെ മെഷർ തിയറി എന്നുള്ള ഭാഗത്തിലെ ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെഷർ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് ലിറ്റിൽ വുഡ്സ് ത്രീ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ലിറ്റിൽ വുഡ്സ് ത്രീ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ലിറ്റിൽ വുഡ് എന്നുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ഒരു 3 കൺസെപ്റ്റ് മെഷറുമായി റിലേറ്റ് ചെയ്തിട്ട് പറയണ്ടായി. അതിനാണ് നമ്മൾ ലിറ്റിൽ വുഡ്സ് ത്രീ പ്രിൻസിപ്പിൾ എന്ന് പറയാം. അതിൽ ഒന്നാമത്തെ പറയണത് എവറി മെഷറബിൾ സെറ്റ് ഈസ് നിയർലി ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ഇൻ്റർവൽസ്. അതായത് ഏതൊരു മെഷറബിൾ സെറ്റിനെയും ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ഇൻ്റർവൽസിൻ്റെ യൂണിയനോട് നിയർലി ഈക്വൽ ആക്കാൻ പറ്റും. അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. രണ്ടാമത് പറഞ്ഞത് എവറി മെഷറബിൾ ഫംഗ്ഷൻ ഈസ് നിയർലി കണ്ടിന്യൂസ്. ഏതൊരു മെഷറബിൾ ഫംഗ്ഷനും നിയർലി കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ പറഞ്ഞത് എവറി പോയിന്റ് വൈസ് കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻസ് ഈസ് നിയർലി യൂണിഫോംലി കൺവേർജൻറ്റ്. അതായത് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആയ സീക്വൻസുകൾ എന്തായിരിക്കും? നിയർലി യൂണിഫോംലി കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 3 പ്രിൻസിപ്പിളാണ് ലിറ്റിൽ വുഡ് മുന്നോട്ട് വെച്ചത്. പക്ഷെ ഇതിൻ്റെ പ്രൂഫുകളൊന്നും അതിൽ വന്നിട്ടുണ്ടാവില്ല, ജസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിയർലി എന്ന വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് വന്നത്. ഓക്കെ, അപ്പോൾ 3 പ്രിൻസിപ്പിൾ ഏതുണ്ട്? നിയർലി എന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രൂഫുകളൊന്നും തന്നിട്ടുണ്ടാവില്ല. പിന്നീടുള്ള മാത്തമാറ്റീഷ്യൻസ് ഇതിനെന്ത് ചെയ്തു? പ്രൂഫുകളൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, തിയറം 12. ഫസ്റ്റ് ചാപ്റ്ററിലെ തിയറം 12 ആണ് ആദ്യത്തെ കൺസെപ്റ്റ്. എവരി മെഷറബിൾ സെറ്റ് ഈസ് നിയർലി ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ഇൻ്റർവൽസ്. അപ്പോൾ നമ്മൾ ഇ എന്നൊരു സെറ്റ് എടുത്തു. ദെൻ ലെറ്റ് യു ഇസ് ഈക്വൽ ടു സ്ക്രിപ്റ്റ് യു എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു? യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n, കെ ഈക്വൽ ടു 1 to n, ഐ കെ എന്ന് കൊടുത്തു. ഐ കെ ഇൻ്റർവൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തു therefore for every epsilon there exists u, അല്ലേ? ഏത് എപ്സിലോൺ എടുത്താലും ഇ മൈനസ് യു, അല്ലേ? മെഷർ ഓഫ് ഇ മൈനസ് യു പ്ലസ് മെഷർ ഓഫ് യു മൈനസ് ഇ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള ഒരു തിയറം നമ്മൾ പ്രൂവ് ചെയ്തു, തിയറം 12. ഇതാണ് നമ്മൾ നിയർലി ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ഇൻ്റർവൽസ് എന്ന് പറയുന്നത്. കാരണം ഇ എന്ന സെറ്റ് വളരെ അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ഇൻ്റർവൽസ് ആയി യു ഉണ്ട്. അതായത് അത് തമ്മിലുള്ള സിമെട്രിക് ഡിഫറൻസിൻ്റെ മെഷർ ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്താണ്. ഇനി ഇതിൽ അടുത്തൊരു കൺസെപ്റ്റ്, അതായത് എവരി മെഷറബിൾ ഫംഗ്ഷൻ ഈസ് നിയർലി കണ്ടിന്യൂസ്. അപ്പോൾ ഇതിനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് ഇത് പ്രൂവ് ചെയ്തു. ആ തിയറത്തിൻ്റെ പേരാണ് ലുസിൻസ് തിയറം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ലുസിൻസ് തിയറം. ലിറ്റിൽ വുഡ്സിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് ലുസിൻസ് തിയറം. പിന്നെ മൂന്നാമത്തെ പറഞ്ഞു എവറി പോയിന്റ് വൈസ് കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ ഈസ് നിയർലി യൂണിഫോംലി കൺവേർജൻറ്റ്. അതിൻ്റെ പേരാണ് ഇഗോർഫ് തിയറം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇഗോർഫ് തിയറാണ്. അപ്പോൾ എന്താണ് ഇഗോർഫ് തിയറം എന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇഗോർഫ് തിയറം എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്? പോയിന്റ് വൈസ് കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ ഈസ് നിയർലി യൂണിഫോംലി കൺവേർജൻറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിയർലി എന്ന വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നിയർലി എന്ന് പറഞ്ഞാൽ അതിനൊരു ആക്യുറസി ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ എപ്സിലോൺ ഡെൽറ്റ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക, അല്ലേ? നമ്മൾ നിയർലി എന്നുള്ള വേർഡൊന്നും തിയറത്തിൽ യൂസ് ചെയ്യാറില്ല. ഒരു നമ്മളെ പ്രിൻസിപ്പിളിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? നിയർലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പക്ഷെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ നിയർലി യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മാത്തമാറ്റിക്കലി അതേ കൺസെപ്റ്റ് ഒരു മാത്തമാറ്റിക്കലി ഉണ്ടാക്കിയത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഗോർഫ് തിയറം പറഞ്ഞത്. ഇഗോർഫ് തിയറം പറഞ്ഞതാണ് അസ്യൂം ഇ ഹാസ് ഫൈനൈറ്റ് മെഷർ. ഇ എന്ന സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണ്. ലെറ്റ് Fn ബി എ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ. Fn എന്നത് ഇ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്ത മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ്. ദാറ്റ് കൺവേർജസ് പോയിന്റ് വൈസ് ഓൺ ഇ ടു എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ്. ദാറ്റ് ഇസ് Fn കൺവേർജസ് ടു എഫ് ഓൺ ഇ ആണ് പോയിന്റ് വൈസ്. ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും ദർ ഈസ് എ ക്ലോസ്ഡ് സെറ്റ് എഫ്. അവിടെ എഫ് എന്നൊരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ടാവും കണ്ടെയ്നിങ് ഇ. ഇനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിൽ, അതായത് ഇ എന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിൽ
ഒരു ക്ലോസ്ഡ് സെറ്റ് എഫ് കണ്ടെത്താൻ പറ്റും. എന്താ പ്രത്യേകത? ഫോർ വിച്ച് Fn converges to F uniformly on F and measure of E minus F is less than epsilon. ഓക്കെ, അതായത് ആ ഇ എന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന തരത്തിൽ നമുക്കൊരു ക്ലോസ്ഡ് സെറ്റ് എഫ് കണ്ടുപിടിക്കാൻ പറ്റും. ആ എഫിനകത്ത് Fn converges to F യൂണിഫോംലി ആയിരിക്കും. ഓക്കെ, ഇക്കകത്ത് പോയിന്റ് വൈസ് ആണെങ്കിലും ഈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റിനകത്ത് എന്തായിരിക്കും? യൂണിഫോംലി കൺവേർജന്റ് ആയിരിക്കും. അതേപോലെ ഇ മൈനസ് എഫ് എന്നുള്ള സെറ്റ്, ഇ മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്ക് പുറത്തുള്ള ഈ ഭാഗം, ആ സെറ്റിന്റെ മെഷർ എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതായത് വളരെ ഇയോട് വളരെ ക്ലോസ്ഡ് ആയ ഒരു സെറ്റാണ് എഫ്. ആ സെറ്റിനകത്ത് എന്തുണ്ടാവും? ഫംഗ്ഷൻ യൂണിഫോംലി കൺവേർജന്റ് ആണ്. ഇതാണ് ഇഗോർഫ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഗോർഫ് തിയറം നേരിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു തിയറം ഇതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലെമ്മ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യാൻ നമുക്ക് വേറൊരു ലെമ്മ ആവശ്യമുണ്ട്. ആ ലെമ്മയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. തിയറം ലെമ്മ 10. എന്താ ലെമ്മ 10 പറയുന്നത് നോക്കാം. അണ്ടർ ദ അസംഷൻസ് ഓഫ് ഇഗോർഫ് തിയറം, ഇഗോർഫ് തിയറത്തിന്റെ അസംഷനിൽ പ്രകാരം then for each eta greater than 0 and delta greater than 0, ഏത് ഈറ്റ ഗ്രേറ്റർ ദാൻ 0യും ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും there exists a measurable set A of E. A എന്ന ഒരു മെഷറബിൾ സബ്സെറ്റ് ഉണ്ടാവും ഇയുടെ, ആൻഡ് ആൻ ഇൻഡെക്സ് n, n എന്നൊരു ഇൻഡെക്സും കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും പ്രത്യേകത? ഫോർ വിച്ച് മോഡ് Fn മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഈറ്റ ഓൺ എ. എ എന്ന സെറ്റിനകത്ത് Fn മൈനസ് എഫ് മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഈറ്റ ആയിരിക്കും ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ N. ആ ക്യാപിറ്റൽ N മുതലുള്ളത്. ഓക്കെ, അതായത് F1 F2 F3 എന്നുള്ള സീക്വൻസ് ഉണ്ടല്ലോ, അതിൽ ഒരു n ഉണ്ടാവും. ആ n മുകളിലേക്കുള്ള ബാക്കിയുള്ള ഏത് Fnകളും എഫും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഈറ്റ ആയിരിക്കും. ആൻഡ് മെഷർ ഓഫ് ഇ മൈനസ് എ ഈസ് ലെസ് ദാൻ ഡൈറ്റ. ഓക്കെ, അപ്പോൾ ഇ എന്ന ഒരു സെറ്റ്, ആ സെറ്റിനകത്ത് നമുക്ക് എ എന്ന ഒരു സെറ്റ് ഉണ്ടാവും. ഇതിനകത്ത് മോഡ് Fn മൈനസ് എഫ് ലെസ് ദാൻ ഈറ്റ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അണ്ടർ ദ അസംഷൻസ് ഓഫ് ഇഗോർഫ് തിയറം എന്നാണ്. അണ്ടർ ദ അസംഷൻസ് ഓഫ് ഇഗോർഫ് തിയറം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇ എന്ന സെറ്റ് ഫൈനൈറ്റ് മെഷർ ആണ്. Fn എന്നത് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ ദാറ്റ് കൺവേർജസ് പോയിന്റ് വൈസ് ഓൺ ഇ ആണ് ടു ദ റിയൽ ഫംഗ്ഷൻ എഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അണ്ടർ ദ അസംഷൻസ് ഓഫ് ഇഗോർഫ് തിയറം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അസ്യൂം ഇ ഈസ് ഫൈനൈറ്റ് മെഷർ. Let Fn be a sequence of measurable function on E that converges pointwise on E to the real function f. Then, for each epsilon greater than 0, for each eta greater than 0 and delta greater than 0, there is a measurable subset A of E and an index n for which this happens. Okay, അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യണം നോക്കാം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്തെടുത്തു? ഫോർ ഈച്ച് കെ, നമ്മൾ കെ എന്നൊരു ഏത് നമ്പർ എടുത്താലും എഫ് മൈനസ് എഫ് കെ ഈസ് പ്രോപ്പർലി ഡിഫൈൻഡ്. കാരണം എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, എഫ് കെയും റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് അല്ലേ. സോ എഫ് മൈനസ് എഫ് കെ ഈസ് പ്രോപ്പർലി ഡിഫൈൻഡ് ആണ്. രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് മൈനസ് എഫ് കെ എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷനാണെന്ന് പറയാൻ പറ്റും. എഫ് മൈനസ് എഫ് വൺ, എഫ് മൈനസ് എഫ് ടു അല്ലേ, അതിൻ്റെ മോഡുലസ് വാല്യൂ ഒരു പ്രോപ്പർലി ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. നമുക്കറിയാം എഫ് റിയൽ വാല്യൂഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞത്. എഫ് റിയൽ വാല്യൂഡ് ആണ്. F1 F2 F3 ഒക്കെ മെഷറബിൾ ആയ സീക്വൻസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം മോഡ് എഫ് മൈനസ് എഫ് കെ പ്രോപ്പർലി ഡിഫൈൻഡ് ആണ്. ഇനി എഫ് കെ മെഷറബിൾ ആണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോയിന്റ് വൈസ് ലിമിറ്റും മെഷറബിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് കെ മെഷറബിൾ ആണ്, എഫ് മെഷറബിൾ ആണ്. അപ്പോൾ എഫ് മൈനസ് എഫ് കെ ഇസ് ഓൾസോ മെഷറബിൾ. Therefore മോഡ് എഫ് കെ മൈനസ് എഫ് അല്ലെങ്കിൽ എഫ് മൈനസ് എഫ് കെ എന്താണ്? മെഷറബിൾ ആണ്. അപ്പോൾ ഈ സീക്വൻസ് മെഷറബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ചെയ്തത്രേ എഫ് കെ മെഷറബിൾ ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്, മെഷറബിൾ ആയ ഫംഗ്ഷൻസിൻ്റെ പോയിന്റ് വൈസ് ലിമിറ്റും എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. അപ്പോൾ എഫും മെഷറബിൾ ആണ്. Therefore എഫ് മൈനസ് എഫ് കെ മെഷറബിൾ. Therefore മോഡ് എഫ് മൈനസ് എഫ് കെ മെഷറബിൾ ആണ്. അപ്പോൾ മോഡ് എഫ് മൈനസ് എഫ് കെ മെഷറബിൾ എന്ന് പറഞ്ഞാൽ the set of all x belongs to E such that mod f minus അല്ലെങ്കിൽ f of x minus f k of x
ഈസ് ലെസ് ദാൻ ഈറ്റ എടുത്താൽ അതും മെഷറബിൾ ആയിരിക്കണം. ഈസ് മെഷറബിൾ. കാരണം എന്തുകൊണ്ടാ, ഫംഗ്ഷൻ മെഷറബിൾ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ആയ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എന്ന സെറ്റ് എന്തായിരിക്കണം, മെഷറബിൾ ആവണം. ആ കൺസെപ്റ്റ് പ്രകാരം ഈ സെറ്റ് എന്താണ്, മെഷറബിൾ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാം. എഫ് കെ മെഷറബിൾ ആണ്, അതിൻ്റെ ലിമിറ്റായ എഫും മെഷറബിൾ ആണ്. നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. പോയിന്റ് വൈസ് ലിമിറ്റ് ഓഫ് എ മെഷറബിൾ ഫംഗ്ഷൻ ഈസ് മെഷറബിൾ. അപ്പോൾ എഫും മെഷറബിൾ, എഫ് കെ മെഷറബിൾ ആയതുകൊണ്ട് എഫ് മൈനസ് എഫ് കെ മെഷറബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മോഡ് വാല്യൂ മെഷറബിൾ ആണ്. ആ മോഡ് ഫംഗ്ഷൻ മെഷറബിൾ ആയതുകൊണ്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സെറ്റ് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ മെഷറബിൾ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്കറിയാം ദ ഇന്റർസെക്ഷൻ ഓഫ് എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ. അപ്പോൾ ഈ സെറ്റ് മെഷറബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൗണ്ടബിൾ ഇന്റർസെക്ഷൻ എന്തായിരിക്കണം, മെഷറബിൾ ആയിരിക്കണം അല്ലേ. മെഷറബിൾ സെറ്റിന്റെ കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ഒക്കെ മെഷറബിൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇ എൻ എന്നുള്ള സെറ്റ് എടുക്കുകയാണ്. ഇ എൻ എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സെറ്റ് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അതായത് ഇ വൺ എന്നൊരു സെറ്റ് എടുത്തു. ഓക്കെ, ഇ വൺ എന്നുള്ള സെറ്റ് എടുത്തു. ഇ വണ്ണിന്റെ പ്രത്യേകത എന്താ, വാട്ട് ഇസ് ഇ വൺ? ഇ വൺ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ ആണ്, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഈറ്റ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് എഫ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് വൺ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ആവണം, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ടു ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ആവണം, എഫ് ത്രീ ഓഫ് എക്സ് ലെസ് ദാൻ, അതായത് ഏത് എഫ് കെ എടുത്താലും എഫ് വൺ മുതലുള്ള ഏത് എഫ് കെയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഈറ്റ ആവുന്ന എക്സുകളുടെ കളക്ഷനാണ് ഇ വൺ. ഓക്കെ, ഇ ടു പറഞ്ഞ അർത്ഥം എന്താ ഉണ്ടാവുക, വാട്ട് ഈസ് ഇ ടു? ഇ ടു ആവുമ്പോൾ ഇ ടു എന്നുള്ള കൺസെപ്റ്റ് ആകുമ്പോൾ എന്തുണ്ടാവും, ഫോർ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. അതായത് എന്തുണ്ടാവില്ല, നമുക്കിവിടെ എഫ് മൈനസ് എഫ് വൺ എന്നത് ലെസ് ദാൻ ഈറ്റ ആയാലും കുഴപ്പമില്ല, ഗ്രേറ്റർ ദാൻ ഈറ്റ ആയാലും കുഴപ്പമില്ല. ഈ വൺ ആകുമ്പോൾ നമുക്ക് എന്തായിരുന്നു, ഈ വൺ ആണെങ്കിൽ എഫ് നമുക്ക് എന്ത് കിട്ടണം, എഫ് മൈനസ് എഫ് വൺ ലെസ് ദാൻ ഈറ്റ ആവണം, എഫ് മൈനസ് എഫ് ടു ലെസ് ദാൻ ഈറ്റ ആവണം അല്ലേ, ഒക്കെ വേണം. ഈ ടു എന്ന സെറ്റ് എടുക്കുമ്പോഴോ, ഈ ടു എന്ന സെറ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് വേണമെന്നില്ല, അവിടുന്ന് അങ്ങോട്ടുള്ളത് മതി. അപ്പം ആൾക്കാരെ എണ്ണം കൂടും അല്ലേ. ഇപ്പോൾ നമ്മളെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ടാണ് പറയണതെന്ന് കരുതാം. അപ്പോൾ നമുക്ക് 5 പേപ്പറിലും ജയിച്ചവരാണ് ഈ വൺ. 5 പേപ്പർ നമ്മളെ 5 പേപ്പർ എഴുതി, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 അല്ലേ, അങ്ങനെ കൊടുത്തു. അങ്ങനെ 5 പേപ്പറിലും പാസ്സായ ആളാണ് ഈ വൺ. ഇ ടു എന്ന് പറഞ്ഞാലോ, ആദ്യത്തെ പേപ്പറിൽ നമുക്ക് വിഷയമില്ല, ആ പേപ്പറിൽ നമുക്ക് പാസ്സായാലും വിഷയമില്ല, പാസ്സായാലും കുഴപ്പമില്ല, ബാക്കിയുള്ള 4 പാസ്സായ ആൾക്കാരാണ് ഇ ടു. അപ്പോൾ ഇ വണ്ണിൽ 2 ആളുണ്ടെങ്കിൽ ഇ ടുവിൽ എന്തുണ്ടാവും, ഈ 2 ആളും ഉണ്ടാവും, പിന്നെ അഡീഷണൽ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും ചെയ്യാം അല്ലേ. സോ ഇ വണ്ണിനേക്കാൾ വലുതാണ് ഇ ടു ഉണ്ടാവുക. ഇ വണ്ണിലുള്ളവരൊക്കെ ഇ ടുവിലുണ്ടാവും. ദാറ്റ് ഈസ് ഇ വൺ ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഇ വൺ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ ടു എന്ന് പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ, ഇ വൺ എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷനും, എല്ലാ എഫ് മൈനസ് എഫ് വൺ, എഫ് മൈനസ് എഫ് ടു, എഫ് മൈനസ് എഫ് ത്രീ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇ ടു ആകുമ്പോൾ എന്താണ്, എഫ് മൈനസ് എഫ് വൺ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് നിർബന്ധമില്ല, ബാക്കിയുള്ളത് മതി. ഇനി ഇ ത്രീ എടുത്താലോ, ഇ ത്രീയുടെ പ്രത്യേകത എന്താ, എഫ് മൈനസ് എഫ് ത്രീ മുതലുള്ള ആൾക്കാർ ലെസ് ദാൻ ഈറ്റ ആയാൽ മതി. എഫ് മൈനസ് എഫ് വണ്ണും എഫ് മൈനസ് എഫ് ടുവും വേണമെങ്കിൽ ലെസ് ദാൻ ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇ വണ്ണിനേക്കാൾ വലുത് ഇ ടു, ഇ ടുവിനേക്കാൾ വലുത് ഇ ത്രീ എന്നുണ്ടാവും. സോ വി ഗെറ്റ് എ അസെൻഡിങ് സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ്സ് കിട്ടി. കാരണം ഇതെന്താണ്, ദിസ് ഇസ് എ മെഷറബിൾ സെറ്റ് അല്ലേ, ഇതൊരു മെഷറബിൾ സെറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഷറബിൾ സെറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അസെൻഡിങ് സീക്വൻസ് കിട്ടി, ഇ എൻ ഇസ് ഈക്വൽ ടു 1 to infinity എന്നുള്ളത് ഒരു അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണ്. ഇ വണ്ണിനേക്കാൾ വലുത് ഇ ടു, ഇ ടുവിനേക്കാൾ വലുത് ഇ ത്രീ, അങ്ങനെ ഒരു അസെൻഡിങ് സീക്വൻസ് കിട്ടി, എല്ലാം മെഷറബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ലെറ്റ് ഇ ഇസ് ഈക്വൽ ടു, ഇ എന്നത് യൂണിയൻ ഇ എൻ എടുത്തു. ഓക്കെ, എൻ ഇസ് ഈക്വൽ ടു 1 to infinity ആയ കൗണ്ടബിൾ യൂണിയൻ ആണ് ഇ. അപ്പോൾ ഇ എണ്ണുകളൊക്കെ മെഷറബിൾ ആണ്, അപ്പോൾ അതിൻ്റെ യൂണിയനും മെഷറബിൾ ആണ്, അപ്പോൾ ഈ മെഷറബിൾ ആണ്. ഇനി നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ഓഫ് മെഷർ പഠിച്ചിട്ടുണ്ട്. ഈഫ് ഇ വൺ, ഇ ടു, ഇ ത്രീ ഒരു അസെൻഡിങ് സീക്വൻസ് ആണെങ്കിൽ
E1 സൂപ്പർ സെറ്റ് E2 സൂപ്പർ സെറ്റ് എക്സെട്ര എന്ന രൂപത്തിലാണെങ്കിൽ മെഷർ ഓഫ് യൂണിയൻ En is equal to limit n tends to infinity measure of En. ഇത് നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ഓഫ് മെഷർ എന്നുണ്ട്, രണ്ട് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അസെൻഡിങ്ങിൻ്റെ ഡിസെൻഡിങ്ങിൻ്റെ. അപ്പോൾ അസെൻഡിങ്ങിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞത് യൂണിയൻ്റെ മെഷർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് ദ ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തു. അപ്പോൾ മെഷർ ഓഫ് En, യൂണിയൻ En എന്ന് പറഞ്ഞാൽ എന്താ? മെഷർ ഓഫ് E ആണ് അല്ലേ? മെഷർ ഓഫ് E. Therefore, we can say that measure of E is equal to limit n tends to infinity measure of En. ഇത്രയും ക്ലിയർ ആണല്ലോ. ഒന്നുകൂടി നമ്മൾ പറയാം എന്താ നമ്മൾ ചെയ്ത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു മോഡ് എഫ് മൈനസ് എഫ് കെ എന്നുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ എഫ് റിയൽ വാല്യൂഡ് ആണ്, എഫ് കെ മെഷറബിൾ ആയതുകൊണ്ട് എഫ് മൈനസ് എഫ് കെ എന്നുള്ളത് ഡിഫൈൻഡ് ആണ്. പിന്നെ എഫ് കെ മെഷറബിൾ ആണ്, അപ്പോൾ അതിൻ്റെ പോയിന്റ് വൈസ് ലിമിറ്റ് ആണ് എഫ്. അപ്പോൾ എഫും മെഷറബിൾ ആണ്, നമ്മൾ തിയറുണ്ട്. അപ്പോൾ എഫും മെഷറബിൾ, എഫ് കെ മെഷറബിൾ എന്ന് വെച്ചാൽ എഫ് മൈനസ് എഫ് കെ മെഷറബിൾ, അങ്ങനെ വെച്ചാൽ അതിൻ്റെ മോഡ്ലെസ് വാല്യൂ മെഷറബിൾ ആണ്. Therefore, set of all x belongs to E such that mod f of x minus f k of x less than eta എന്നുള്ള സെറ്റ് മെഷറബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇങ്ങനെ മെഷറബിൾ ആയ സെറ്റിൻ്റെ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ഒക്കെ മെഷറബിൾ ആയതുകൊണ്ട് En എന്ന തരത്തിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ആ En എന്ന സെറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? മെഷറബിൾ എന്ന് പറയാൻ പറ്റും. കാരണം ഇത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സെറ്റ് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ. ഏത് മാത്രമേ ഉള്ളൂ? ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ആണ്, കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ ഇത്രയുള്ള സെറ്റ് മെഷറബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ഫോർ ആൾ വന്നാൽ അതിനർത്ഥം എന്താണ്? ഇൻ്റർസെക്ഷൻ ആണ്. സോ അതെന്താണ്? നമുക്ക് മെഷറബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ En എന്ന സെറ്റ് മെഷറബിൾ എന്ന് പറയാം. അപ്പോൾ ഇനി Enൻ്റെ പ്രത്യേകത നോക്കി. E1 എന്ന് പറഞ്ഞാൽ മോഡ് എഫ് മൈനസ് F1 ലെസ് ദാൻ എക്സ് ഈറ്റ, മോഡ് എഫ് മൈനസ് F2 ലെസ് ദാൻ ഈറ്റ, അങ്ങനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷനാണ് E1. E2 പറഞ്ഞാലോ മോഡ് എഫ് മൈനസ് F1 ലെസ് ദാൻ ഈറ്റ ആവണം നിർബന്ധമില്ല, ബാക്കിയുള്ളത് ലെസ് ദാൻ ഈറ്റ ആയാൽ മതി. അപ്പോൾ E1നേക്കാൾ വലുതാണ് E2 ഉണ്ടാവുക. E1ലുള്ള എല്ലാ ആൾക്കാരും എവിടെ ഉണ്ടാവും? E2 ഉണ്ടാവും അല്ലേ? 1 മുതൽ എല്ലാം സാറ്റിസ്ഫൈ ചോദിച്ചാൽ 2 മുതലൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ E1 ഇസ് എ സബ്സെറ്റ് ഓഫ് E2 എന്ന് പറയാൻ പറ്റും. സിമിലർലി E2 ഇസ് എ സബ്സെറ്റ് ഓഫ് E3 അങ്ങനെ കിട്ടുമ്പോൾ En എന്നത് ഒരു അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണ്. അതിൻ്റെ യൂണിയൻ നമ്മൾ E എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് മെഷർ പ്രകാരം മെഷർ ഓഫ് യൂണിയൻ En ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് E എന്ന് എഴുതാൻ പറ്റും. മെഷർ ഓഫ് യൂണിയൻ En എന്ന് പറഞ്ഞാൽ E ആണ്. അപ്പോൾ ദർഫോർ മെഷർ ഓഫ് E ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് E എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ അസംഷൻ പ്രകാരം മെഷർ ഓഫ് E ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. മെഷർ ഓഫ് E എന്നുള്ളത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ മെഷർ ഓഫ് E യൂണിയൻ്റെ മെഷർ എന്താണ്? ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അതായത് മെഷർ ഓഫ് E എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് യൂണിയൻ En അത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. മെഷർ ഓഫ് യൂണിയൻ E എന്ന് പറഞ്ഞാൽ സമേഷൻ അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് E ലെസ് ദാൻ ഈക്വൽ ടു സമേഷൻ k ഈക്വൽ ടു 1 അല്ലെങ്കിൽ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് En ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നർത്ഥം അല്ലേ? അപ്പോൾ ഈ സീക്വൻസ് എന്താണ്? സീക്വൻസിൻ്റെ സമ്മ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അതായത് സീക്വൻസ് അല്ല, സീരീസ് അല്ലേ? സീക്വൻസിൻ്റെ സമ്മ് സീരീസ്. അപ്പോൾ സീരീസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? സീരീസിൻ്റെ സമ്മ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ വി ക്യാൻ ചൂസ് ആൻ ഇൻഡെക്സ് n. ഒരു n എന്ന ഇൻഡെക്സ് ഉണ്ടാവും അല്ലേ? ഏതൊരു സീരീസും കൺവേർജൻ്റ് ആണ്. സീരീസിൻ്റെ സമ്മ് ലെസ് ദാൻ ഇൻഫിനിറ്റി പറഞ്ഞാൽ സീരീസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ സീരീസ് കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇൻഡെക്സ് n കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു സീരീസ് എടുക്കുകയാണ്, ആ സീരീസ് കൺവേർജൻ്റ് എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ സിഗ്മ എക്സ് അല്ലെങ്കിൽ സിഗ്മ an എന്നുള്ള സീരീസ് കൺവേർജൻ്റ് എന്ന് പറയണമെങ്കിൽ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചെയ്താലും എന്ത് ചെയ്യണം? ഒരു ഇൻഡെക്സ് n കണ്ടുപിടിക്കാൻ പറ്റണം. എന്തായാലും അവസാനത്തെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട്. ഓക്കെ, സോ ആ കൺസെപ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. നമുക്ക് പറയാം സിഗ്മ മെഷർ ഓഫ് En എന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണ് അല്ലേ? ഇത് കൺവേർജൻ്റ് ആണ്, ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഏത് എപ്സിലോൺ എടുത്താലും ദർ എക്സിസ്റ്റന്റ് ഇൻറ്റീജർ n, ഒരു ഇൻഡെക്സ് n കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് measure of En minus measure of En is greater than measure of E minus epsilon. Okay, measure of En is greater than
മെഷർ ഓഫ് ഇ മൈനസ് എപ്സിലോൺ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലെറ്റ് എ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു ഇ എൻ എന്ന് എടുത്തു. ഒരു ക്യാപിറ്റൽ എൻ ആണ് കേട്ടോ, ടെക്സ്റ്റിൽ സ്മോൾ എൻ എഴുതിയാണ്, ക്യാപിറ്റൽ എൻ ആണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ഇ എൻ എന്ന് എടുത്തു. നമ്മളൊരു ഇൻഡെക്സ് എൻ എടുത്തിരുന്നു, ആ സെറ്റിന് നമ്മൾ എ എന്ന് പേര് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ ഈ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, മെഷർ ഓഫ്, ഇപ്പോൾ കിട്ടിയതാണ് മെഷർ ഓഫ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ, സോറി, മെഷർ ഓഫ് ഇ എൻ ഈസ് ഗ്രേറ്റർ ദാൻ മെഷർ ഓഫ് ഇ മൈനസ് എപ്സിലോൺ. എന്ത് ചെയ്യുക, മെഷർ ഓഫ് ഇ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക അല്ലേ. മെഷർ ഓഫ് ഇ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ കിട്ടുക, അല്ലെങ്കിൽ മെഷർ ഓഫ് ഇ മൈനസ് എ എടുക്കുകയാണ്. മെഷർ ഓഫ് ഇ മൈനസ് എ, മെഷർ ഓഫ് ഇ മൈനസ് എ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഇസ് ഈക്വൽ ടു മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് എ. കാരണം ഇയുടെ മെഷർ ഫൈനൈറ്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എക്സെഷൻ പ്രോപ്പർട്ടി പ്രകാരം മെഷർ ഓഫ് ഇ മൈനസ് എ നമുക്ക് മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് വാട്ട് ഈസ് എ, ദാറ്റ് ഈസ് ഇ എൻ. അപ്പോൾ ഈ ഇക്വേഷന് മെഷർ ഓഫ് ഇ എൻ ഇസ് ഗ്രേറ്റർ ദാൻ മെഷർ ഓഫ് ഇ മൈനസ് എപ്സിലോൺ എന്നുള്ള കേസിൽ നിന്ന് മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് എ എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. Therefore we get measure of e minus a is less than epsilon. Okay, so we get measure of en minus measure of e minus measure of a is less than epsilon, or measure of e minus a is less than epsilon എന്ന് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടി, എ എന്നൊരു സെറ്റ് കിട്ടി. എ എന്ന് പറഞ്ഞാൽ എന്താ, മെഷർ ഇ എൻ അല്ലേ. അപ്പോൾ ഇയുടെ ഒരു സബ്സെറ്റ് ആയ എ എന്ന് കിട്ടി. ആ എക്കകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഇൻഡെക്സ് എൻ ഉണ്ട് അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. അവിടെ എന്താണ്, ഫോർ ദർ എക്സിസ്റ്റ് ആൻ ഇൻഡെക്സ് എൻ, എൻ എന്നൊരു ഇൻഡെക്സ് ഉണ്ടാവും. എന്താ അതിൻ്റെ പ്രത്യേകത, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ് ദിസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഈറ്റ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സ്മോൾ എൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എൻ കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് നമുക്കൊരു ഇൻഡെക്സ് എൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഇ എൻ എന്ന സെറ്റ് എടുത്തു. എ എന്ന സെറ്റിന്റെ പേരെന്താ, ഇ എൻ. ഇ എന്നിന്റെ പ്രത്യേകത എന്താ, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ. അപ്പോൾ ഇ എന്നിന്റെ പ്രത്യേകത എന്താ, ഇ എന്നിൽ എക്സുകളുടെ കളക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഈക്കകത്ത് എക്സുകളുടെ കളക്ഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്താ, ഒരു ഇൻഡെക്സ് എൻ ഉണ്ട്. ആ എന്നിന് മുകളിലുള്ള ഏത് കെ എടുത്താലും എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റയാണ്. ഇത് യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷനാണ്. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഫോർ എവറി കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ എന്നുള്ളത് യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ എ എന്ന സെറ്റിനകത്ത്, അതായത് ഇ എൻ എന്ന സെറ്റിനകത്ത് എഫ് ഈസ് യൂണിഫോംലി കൺവേർജസ് ടു എഫ് കെ ഈസ് യൂണിഫോംലി കൺവേർജസ് ടു എഫ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ തിയറം പറഞ്ഞത്. അപ്പോൾ നമ്മളാകെ 2-3 കൺസെപ്റ്റാണ്. ആദ്യം മോഡ് എഫ് മൈനസ് എഫ് കെ ഡിഫൈൻഡ് ആണ്. എഫും എഫ് കെയും മെഷറബിൾ ആയതുകൊണ്ട് എഫ് മൈനസ് എഫ് കെ മെഷറബിൾ ആണ്. അതായത് നമുക്ക് ഈ തരത്തിലുള്ള സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ എന്നുള്ള സെറ്റ് മെഷറബിൾ ആണ്. അത് മെഷറബിൾ ആയതുകൊണ്ട് കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ മെഷറബിൾ ആണ്. അതായത് നമുക്ക് ഇ എൻ എന്ന സെറ്റ് ഡിഫൈൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ മെഷറബിൾ ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ്. ദെൻ E1, E2, E3 ഒക്കെ നമ്മൾ പറഞ്ഞു. E1 ഈസ് സബ്സെറ്റ് ഓഫ് E2 സബ്സെറ്റ്, E3 സബ്സെറ്റ് എക്സെട്ര എന്നാണ്. സോ അതെന്താണ്, അതൊരു അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്തു, അവിടെ നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് മെഷർ പ്രകാരം വി ഗെറ്റ് കണ്ടിന്യൂറ്റി ഓഫ് മെഷർ പ്രകാരം മെഷർ ഓഫ് ഇ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻട്രൻസിറ്റി മെഷർ ഓഫ് ഇ എന്ന് കിട്ടും. മെഷർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് യൂണിയൻ ഇ എൻ ആണ്. അപ്പോൾ മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അർത്ഥം നമ്മളെ മെഷർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ മെഷർ ഓഫ് ഇ എൻ ആണ്. മെഷർ ഓഫ് ഇ എന്നിൻ്റെ സമ്മിനെക്കാട്ടിലും ചെറുതാണ് മെഷർ ഓഫ് ഇ, അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പറയാം. ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞ അർത്ഥം ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. സീരീസ് കൺവേർജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്കൊരു ഇൻഡെക്സ് എൻ കണ്ടുപിടിക്കാൻ പറ്റും.
അതും ലാസ്റ്റ് ടേം തമ്മിൽ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട്. Therefore, for every epsilon greater than 0, we can find an index n എന്നൊരു ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. That is, measure of En is greater than measure of P minus epsilon. ആ ഇൻഡെക്സിലെ ആ സീരീസിലെ ടേമുകൾ ഉണ്ടല്ലോ, അതിലെ En എന്ന ഒരു ടേമും അവസാനത്തെ ടേമും അതിൻ്റെ ലാസ്റ്റ് ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എ എന്ന സെറ്റ് En എന്ന സെറ്റ് നമ്മൾ എ എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെഷർ ഓഫ് ഇ മൈനസ് എ നമുക്ക് മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് എ എന്ന് എഴുതാം. മെഷർ ഓഫ് എ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് En ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ മെഷർ ഓഫ് ഇ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് എയുടെ പ്രത്യേകത എ എന്ന് പറഞ്ഞാൽ En ആണ്. En എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സെറ്റ് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഫോർ എവറി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അത് ഇതിൻ്റെ ഡെഫിനേഷനാണ്. ദിസ് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് ദ യൂണിഫോം കൺവേർജൻസ്. അപ്പോൾ എ എന്ന സെറ്റിൽ യൂണിഫോംലി കൺവേർജസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇഗോർഫ് തിയറം നമ്മൾ നോക്കാം. എന്താ ഇഗോർഫ് തിയറം പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയാണ്. അസ്യൂം ഇ ഹാസ് ഫൈനൈറ്റ് മെഷർ, let f1 be a sequence of measurable functions on E that converges pointwise on E to a real function f. Then for each epsilon greater than 0, there is a closed set f എന്ന closed set ഉണ്ടാവും containing E such that f1 converges to f uniformly on f and measure of E minus f is less than epsilon. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ n എന്ന നാച്ചുറൽ നമ്പർ എടുത്തു. ഇപ്പോൾ 1 എന്നുള്ള നാച്ചുറൽ നമ്പർ എടുത്താൽ A1 ഡിഫൈൻ ചെയ്യാണ്. A1 be the measurable subset of E. ഓക്കെ, അപ്പോൾ 1 എന്നെടുത്താൽ A1 എന്നത് measurable subset of E ആണ്. And n of 1 is an index that satisfy the conclusion of the preceding lemma with delta is equal to epsilon by 2 raised to n plus 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നേരത്തെ A1 എന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. A1ൻ്റെ പ്രത്യേകത പറയണേ. A1 എന്ന സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മൾ നേരത്തെ തിയറത്തിൽ ഒരു ഡെൽറ്റയും എപ്സിലോണും നമ്മൾ ഈറ്റും ഡെൽറ്റയും എടുത്തില്ലേ? ഓക്കെ, അതിൽ ഡെൽറ്റ നമ്മൾ എന്തെടുക്കുക, എപ്സിലോൺ ബൈ, അവിടെ നമുക്ക് എപ്സിലോൺ ആണ് കിട്ടിയത്, എപ്സിലോണും ഡെൽറ്റ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്സിലോൺ ബൈ 2 raised to 1 plus 1, that is 2 square. ഓക്കെ, ഡെൽറ്റ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, എപ്സിലോൺ ബൈ 2 square എടുക്കും. ആൻഡ് ഈറ്റ എന്നത് നമ്മൾ എന്ത് ചെയ്യും, 1 by 1, that is 1. അപ്പോൾ നേരത്തെ തിയറത്തിൽ ഡെൽറ്റയ്ക്ക് എപ്സിലോൺ ബൈ 2 സ്ക്വയറും ഈറ്റയ്ക്ക് 1 by n കൊടുത്താൽ, അതായത് 1 കൊടുത്താൽ കിട്ടുന്ന സെറ്റാണ് A1. ഓക്കെ, അതായത് നമ്മൾ എ എന്ന സെറ്റ് എടുത്തില്ലേ നേരത്തെ, എ എന്നത് ഫിക്സഡ് സെറ്റ് ആയിരുന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാമാണ്, A1 A2 A3 എന്ന സെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ A1 എന്ന സെറ്റിൻ്റെ പ്രത്യേകത എന്താ, അവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ 2 സ്ക്വയറും ഈറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ A2 എന്നുള്ള സെറ്റ് എങ്ങനെ ഉണ്ടാവുക, A2 എന്നുള്ള സെറ്റ് എടുക്കുന്നത് നമ്മളെ പ്രൊസീഡിങ് ലെമയിൽ A2 കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 ക്യൂബും ആൻഡ് ഈറ്റ ഈക്വൽ ടു 1 by 2. അപ്പോൾ പ്രൊസീഡിങ് ലെമയിൽ എപ്സിലോണിന് പകരം ഡെൽറ്റയ്ക്ക് വരെ എപ്സിലോൺ ബൈ 2 ക്യൂബും ഈറ്റയ്ക്ക് വരെ 1 by 2 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന എ എന്ന സെറ്റിനെയാണ് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നത്, A2 എന്ന് പേര് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് A3 സിമിലർലി A3 ഉണ്ടാവും. A3 എന്നുള്ള സെറ്റ് എന്താണ്, പ്രൊസീഡിങ് ലെമയിൽ ഡെൽറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, എപ്സിലോൺ ബൈ 2 raised to 4 എടുക്കുക ആൻഡ് ഈറ്റ ഈക്വൽ ടു 1 by 3 എടുക്കുക. അങ്ങനെ എടുത്ത് കിട്ടുന്ന ആ എ എന്ന സെറ്റിനെ നമ്മൾ A3 എന്ന് പേരിക്കണം. സോ വി ക്യാൻ ഫൈൻഡ് AN എന്ന ഒരു സെറ്റ് കിട്ടും. AN എന്ന സെറ്റ് മെഷറബിൾ ആണ്. എന്താ അതിൻ്റെ പ്രത്യേകത, വേർ ഈ ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 raised to n plus 1 ആൻഡ് ഈറ്റ ഈക്വൽ ടു 1 by n. ആൻഡ് ബൈ ദ അസംഷൻ പ്രകാരം നമുക്ക് എന്താ പറയുക, മെഷർ ഓഫ് ഇ മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്നാണ്. അപ്പോൾ മെഷർ ഓഫ് ഇ മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് ആ തിയറത്തിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ എക്ക് പകരം AN ആണ് അല്ലേ, ഈ തിയറത്തിൽ നമുക്ക് പറയാം എക്ക് പകരം AN ആണ്. ഡെൽറ്റ പറഞ്ഞ എന്താണ്, എപ്സിലോൺ ബൈ 2 raised to
epsilon by 2 raised to n plus 1. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് മെഷർ ഓഫ് ഇ മൈനസ് എ എൻ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 raised to n plus 1. അത് ഡെൽറ്റയ്ക്ക് വില കൊടുത്താണ്. മെഷർ ഓഫ് ഇ മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്നാണ്. എക്ക് പകരം ഇവിടെ A1 A2 A3 ആണ് കൊടുത്തത്. അപ്പോൾ എ എൻ ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളത് എപ്സിലോൺ ബൈ 2 raised to n plus 1 കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് പേര് കൊടുത്തു. ഓക്കെ, ദെൻ നമുക്കറിയാം ആ ഇ എന്നിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വാട്ട് ഈസ് A1? A1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ. ഈറ്റ എന്തായിരുന്നു? A1 എടുക്കുമ്പോൾ 1. ഓക്കെ, അപ്പോൾ set of all x belongs to E such that mod f of x minus fk of x less than eta for every k greater than or equal to 1. അല്ലേ, k greater than or equal to n. ഇതായിരുന്നു A1 എന്നുള്ളത്. അപ്പോൾ A1 ആകുമ്പോൾ n-ന് n of 1 കൊടുത്തു. ഓക്കെ, ഇനി A2 എന്നുള്ള സെറ്റിന് പ്രത്യേകത എന്തായിരുന്നു? A2 ആകുമ്പോൾ നമുക്കവിടെ എപ്സിലോൺ എടുക്കുമ്പോൾ നമ്മൾ ഡെൽറ്റ എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസം, സോറി ഈറ്റ നമ്മൾ എന്തെടുക്കണം? 1/2 ആണ് അല്ലേ. ഇവിടെ A2 എടുക്കുമ്പോൾ ഈറ്റ 1/2 വരും. ആ n-ന് നമ്മൾ n of 2 എന്ന് പേര് കൊടുക്കും. A3 എന്നുള്ള സെറ്റ് എടുത്താലോ? A3 എന്നുള്ള സെറ്റ് എടുക്കുമ്പോൾ ഈറ്റ നമ്മൾ എന്ത് ചെയ്യും? 1/3 എന്നാക്കും. n-ന് നമ്മൾ n of 3 കൊടുക്കും. സോ ഫോർ ഇൻ ജനറൽ കേസ് we can say that an is equal to set of all x belongs to such that mod f of x minus fk of x less than 1/n for all k greater than or equal to capital N of n. അല്ലേ, ഒരു ബ്രാക്കറ്റിൽ n കൊടുക്കും. അത് A1 A2 മാറുന്നതിനനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ഫോർ ഇൻ an എന്ന സെറ്റിനകത്ത് ഏത് എക്സ് എടുത്താലും ഓൺ an എന്ന് പറഞ്ഞാൽ ഫോർ എവറി എക്സ് ഇൻ an-നകത്ത് ഏത് എക്സ് എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ 1/n അല്ലെങ്കിൽ മോഡ് എഫ് മൈനസ് എഫ് കെ ലെസ് ദാൻ 1/n എഴുതാൻ പറ്റും ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n of n. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് എഫ് എന്നൊരു സെറ്റ് കിട്ടണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എഫ് എന്ന ക്ലോസ്ഡ് സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ എ എന്ന സെറ്റ് ഡിഫൈൻ ചെയ്തു. എ is equal to intersection of an. That is A is equal to A1 intersection A2 intersection A3 intersection etc. എന്ന് എഴുതാണ് നമ്മൾ. ഓക്കെ, ദെൻ നമ്മൾ മെഷർ ഓഫ് ഇ മൈനസ് എ കണ്ടു. മെഷർ ഓഫ് ഇ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? മെഷർ ഓഫ് ഇ മൈനസ് എ ആണ് നമ്മൾ കൊടുക്കുന്നത്. മെഷർ ഓഫ് ഇ മൈനസ് എ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ n is equal to 1 to infinity measure of E minus intersection n is equal to 1 to infinity an. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിമോർഗൻസ് ലോ കൊടുക്കണം. ഡിമോർഗൻസ് ലോ കൊടുക്കുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് യൂണിയൻ n is equal to 1 to infinity E minus a എന്ന് എഴുതാം. ഓക്കെ, ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിമോർഗൻസ് ലോ കൊടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഇ മൈനസ് ഇന്റർസെക്ഷൻ മാറിയിട്ട് എന്താവും? യൂണിയൻ ഓഫ് ഇ മൈനസ് എ എന്നായി മാറും. ഓക്കെ, അങ്ങനെ കിട്ടും. ഇനി അവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ അഡിറ്റിവിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ് അഡിറ്റിവിറ്റിയാണ് കൊടുക്കുന്നത്. നമുക്ക് കൗണ്ടബിൾ ആണ്, പക്ഷെ ഡിസ്ജോയിൻ്റ് ഒന്നും ആണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ കൗണ്ടബിൾ അഡിറ്റിവിറ്റി കൊടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാവും. സമേഷൻ n is equal to 1 to infinity മെഷർ ഓഫ് ഇ മൈനസ് എ എന്ന് കിട്ടി. ഓക്കെ, which is less than summation n is equal to 1 to infinity measure of e minus a എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എപ്സിലോൺ ബൈ 2 raised to n plus 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ n is equal to 1 to infinity എപ്സിലോൺ ബൈ 2 raised to n plus 1. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. അതിൻ്റെ സം എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. therefore we get measure of e minus a is less than epsilon by 2. Okay, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വി ക്ലെയിം ദാറ്റ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എന്നെടുത്തു. എഫ് എന്ന ഫംഗ്ഷനിൽ യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്തെടുത്തു? ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ആൻ ഇൻഡെക്സ് n0 എന്നുള്ള ഇൻഡെക്സ് ചൂസ് ചെയ്യണം.
എന്താ അതിൻ്റെ പ്രത്യേകത? 1/n0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോൺ ഏതായിക്കോട്ടെ 1/n0 നമുക്ക് എന്തായിരിക്കണം? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എപ്സിലോൺ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. എപ്സിലോൺ ഇസ് ഈക്വൽ ടു നമ്മൾ 0.2 എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1/n0 എന്നത് ലെസ് ദാൻ 0.2 ആവുന്ന തരത്തിൽ ഉള്ള വാല്യൂ വേണം. ഓക്കെ, അപ്പോൾ n0 നമുക്ക് എന്ത് ചെയ്യാം? n0 25 എടുത്താൽ മതി. 1/25 ഇസ് ലെസ് ദാൻ 0.2 എന്ന് വരില്ലേ? ഓക്കെ, ഈ തരത്തിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? n0 നമ്മൾ ചൂസ് ചെയ്യണത്. സോ n0 ചൂസ് ചെയ്യുമ്പോൾ മോഡ് fk മൈനസ് എഫ് ലെസ് ദാൻ 1/n0 ആണ് ഓൺ an0. നമ്മൾ പറഞ്ഞിട്ടുണ്ട് an എന്ന സെറ്റിനകത്ത് മോഡ് fk മൈനസ് എഫ് ലെസ് ദാൻ 1/n ആണ്. അപ്പോൾ an0 എന്നുള്ളതിൽ എന്തുണ്ടാവും? fk മൈനസ് എഫ് ലെസ് ദാൻ 1/n0 എന്ന് കിട്ടും. ഫോർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഓഫ് n0 അല്ലേ? നമ്മൾ n ബ്രാക്കറ്റിൽ എഴുതിയിട്ട് n0 എന്നായി പറയും. Therefore we can say that mod fk minus f less than 1/n0 on an0 for k greater than or equal to n of n0 കിട്ടി. നമുക്കറിയാം however a എന്നുള്ള intersection of anകളാണ്. അപ്പോൾ a is a subset of an0 ആണ് and 1/n0 ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? mod fk minus f is less than epsilon on a for all k greater than or equal. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുത്താണ്. എന്ത് ചെയ്യാണ്? ഇതേ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ therefore നമുക്ക് എന്താ പറയുക? മോഡ് fk മൈനസ് എഫ് ലെസ് ദാൻ 1/n0 എന്നുണ്ടാവും. ഈ 1/n0 ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റും? മോഡ് fk മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. ഓക്കെ, ഇതിന് പകരം എപ്സിലോൺ കൊടുത്തു. ഇനി ഇത് എവിടെയാണ്? ഓൺ an0. അപ്പോൾ an0 എന്നുള്ളത് വലിയ സെറ്റാണ്. നമുക്ക് അറിയാം an0-നെക്കാട്ടിലും an0 എന്നുള്ളത് എയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ an0 എന്നുള്ള വലിയ സെറ്റിൽ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള a എന്ന സെറ്റിൽ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. Therefore we can say that mod fk minus f is less than epsilon on a for k greater than or equal to n0. That is fn converges to f uniformly on a. fn converges to f uniformly on a ആണ്. and m of e minus a is less than epsilon. അപ്പോൾ നമ്മൾ ഇത് യൂണിഫോംലി കൺവേർജസ് ആണ്, അതിൻ്റെ മെഷർ ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഫൈനലി ബൈ ദ തിയറം ഓഫ് 11th തിയറം എടുക്കാണ്. ദെൻ we may choose a closed set f containing in a such that measure of a minus f is less than epsilon. അപ്പോൾ തിയറം 11 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയുന്നത് ഫോർ എവറി എപ്സിലോൺ നമ്മൾ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും നമുക്ക് അവിടെ ഒരു ഏത് സെറ്റ് ഇ എടുത്താലും ഈനെ കണ്ടെയ്ൻ ചെയ്യുന്ന തരത്തിൽ ഒരു എഫ് എന്ന ക്ലോസ്ഡ് സെറ്റ് കണ്ടെത്താൻ പറ്റും. സച്ച് ദാറ്റ് മെഷർ ഓഫ് എഫ് മൈനസ് ഇ ഈസ് ലെസ് ദാൻ എപ്സിലോൺ അല്ലേ? ഇങ്ങനെ കൺസെപ്റ്റ് നമ്മൾ പറയുന്നു. ഏതൊരു ഫംഗ്ഷൻ എടുത്താലും ആ ഫംഗ്ഷനെ കണ്ടെയ്ൻഡ് ആവുന്ന തരത്തിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്ലോസ് സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് തമ്മിൽ വ്യത്യാസം ലെസ് ദാൻ എപ്സിലോൺ ആയിട്ടെന്ന് പറഞ്ഞിരുന്നു. പുറത്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടാകും. ആ കൺസെപ്റ്റ് പ്രകാരം എക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നതാണ്? എ എന്ന സെറ്റിനകത്ത് നമ്മൾ ഒരു എഫ് എന്ന ക്ലോസ് സെറ്റ് കണ്ടെത്താണ്. സച്ച് ദാറ്റ് മെഷർ ഓഫ് എ മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിട്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാണ്? എപ്സിലോൺ ബൈ 2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ എക്കകത്ത് എപ്സിലോൺ ബൈ 2 മെഷർ വരുന്ന വ്യത്യാസം എപ്സിലോൺ ബൈ 2 വരുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷൻ എടുത്തു. Therefore we can say that അപ്പോൾ ഇക്കകത്ത് എഫ് അല്ലേ? ഇക്കകത്ത് എക്കകത്ത് എഫ്. Therefore വലിയ സെറ്റ് ഇ, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എ എന്ന സെറ്റ് എടുത്തത്. അപ്പോൾ ഇത് തമ്മിൽ ഇതിൻ്റെ മെഷറിൻ്റെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഈ എക്കകത്താണ് എഫ്, അത് തമ്മിൽ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. Therefore ഇ മൈനസ് എഫിൻ്റെ മെഷർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇസ് ലെസ് ദാൻ എപ്സിലോൺ അല്ലേ? ഇയും എയും തമ്മിൽ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, മറ്റേത് എപ്സിലോൺ ബൈ 2. Therefore ഇ മൈനസ് എഫിൻ്റെ മെഷർ ലെസ് ദാൻ എപ്സിലോൺ ആണ്. Therefore എഫ് എൻ കൺവേർജസ് എഫ് യൂണിഫോംലി എന്ന് പറയാം. താങ്ക് യു.